ഡോക്ടർ റോയ് സി ജെയുടെ സംസ്കാരം നാളെയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് ബനാർഘട്ടയിലാണ് സംസ്കാരം ഉണ്ടാവുക. ബംഗളൂരുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനാഥ്, ഈ മരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അതോടൊപ്പം അതിന് പിന്നാലെ വന്ന ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? IT ഇൻകം ടാക്സ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് സഹോദരൻ പറയുന്നു. സഹോദരൻ മാത്രമല്ല, പൊതുവെ ആ രീതിയിൽ ഉള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് വിശദീകരണവുമായി IT ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരുന്നെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഒപ്പം അദ്ദേഹത്തിന്റെ മൃതദേഹം, സംസ്കാര ചടങ്ങുകൾ, ഇതെല്ലാം പറയും. സ്മിത, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ്, മോർച്ചറിയിൽ തന്നെയാണ് ഉള്ളത്. നാളെ രാവിലെ 10 മണിയോടെ മൃതദേഹം കൊണ്ടുപോകും. ബെന്നാർഘട്ടയിലുള്ള നേച്ചർ കാസ്കേഡ് എന്ന റിസോർട്ടിലേക്കാണ്, അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെയാണ് ശവസംസ്കാരവും നടക്കുന്നത്. അതിന് മുൻപായി 2 മണിയോടെ പള്ളിയിലേക്ക്, സെന്റ് ജോസഫ് പള്ളിയിലേക്ക് കൊണ്ടുപോകും, ബനാർഘട്ടയിലുള്ള. അതിനുശേഷമായിരിക്കും 4 മണിക്ക് ശേഷം വീണ്ടും നേച്ചർ കാസ്കേഡിലേക്ക് എത്തിച്ച് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ മറ്റൊരു ദുരൂഹതയുമില്ല, അത് ആത്മഹത്യ തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസും എത്തുന്നത്. പോസ്റ്റ്മോർട്ടം കൂടി കഴിയുമ്പോൾ ആ കാര്യത്തിലാണ് ഏതാണ്ട് സ്ഥിരീകരണം വരുന്നത്. അതേസമയം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിനാണ്, എന്തായിരുന്നു സമ്മർദ്ദം എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം എന്നതാണ് കുടുംബം ആരോപിച്ചത്. കൃഷ്ണപ്രസാദ് എന്ന ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോയിയുടെ സഹോദരൻ ഇന്ന് ആരോപണം ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ സമ്മർദ്ദമുണ്ട്. ഈ സംഭവം നടന്ന രാവിലെ പോലും 11 മണി പോലും സഹോദരനുമായി സംസാരിച്ചു. അപ്പോൾ പോലും ഈ സമ്മർദ്ദത്തെ കുറിച്ച് പറഞ്ഞതാണ് എന്നും പറയുന്നുണ്ട്. അതേസമയം ED ആവട്ടെ അത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ ചെന്നിട്ടില്ല. സൗഹാർദ്ദപരമായി ആണ് ഈ ചോദ്യം ചെയ്യലടക്കം കാര്യങ്ങൾ ഇന്നലെ നടന്നത് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും അന്വേഷണത്തിലാണ് ഇതിൽ കാര്യങ്ങൾ എന്താണ് എന്നത് വ്യക്തമാവുക. CID ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അതീവ ഗൗരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കാണുന്നു. വലത് കൈകൊണ്ട് വെടിവെച്ചു എന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇടതു നെഞ്ചിൽ 5ാമത്തെ വാരിയിൽ തുളച്ച് ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അത് ആത്മഹത്യയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ പോലും അതിനു പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതിൽ കൂടുതൽ അന്വേഷണങ്ങളും നടക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.